ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു മതിലിൻ്റെ പണിക്ക് വേണ്ടി വന്നിട്ടില്ലടാ. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മതിൽ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തേക്കാനായിട്ട് മുമ്പ് നമുക്ക് പൈപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ മതിൽ വർക്കിൽ നമ്മൾ 15 ചെറിയ ഫർഗോളാണ് ഉള്ളത്. ചെറിയ ചെറിയ ഫർഗോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2.5 അടിയുടെ അടുത്ത് വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 വാട്ടിൻ്റെ LED ജംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതിന് മേലെ കോൺക്രീറ്റും വാർക്കാത്ത കാരണം നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ പൈപ്പ് ഇടണം. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ടിന്നിൽ പോലെ വാർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇട്ട് കൊടുത്താൽ പണി വളരെ എളുപ്പമാണ്. അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇപ്പോൾ നേരിട്ടിട്ട് ഒരു കട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോപ്പിലായിട്ട് നമ്മൾ 1 വാട്ട് LED ലൈറ്റ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ മതിൽ പണി നമ്മൾ 15 ഫർഗോള ലൈറ്റും അതുപോലെ മെയിൻ ഫില്ലറുമ്പോൾ 2 ഓപ്പോസിറ്റ് 2 ലൈറ്റാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മതിൽ പണി നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരിക്കലും സ്ലീവ് അടിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് വയറ് മാത്രം കൊടുക്കുകയും ചെയ്യരുത്. പുറത്തെ പണിയുടെ കാരണം കംപ്ലൈൻറ്റ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ വയറിങ് നമ്മൾ ഏത് നിമിഷം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ച് മാറ്റാനും സൗകര്യത്തിലാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അന്നാലാണ് നമുക്ക് കാലാകാലം ഈ മതിലത്തെ ലൈറ്റുകളും വയറൊക്കെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ വയറ് ചെറിയ കംപ്ലൈൻറ്റ് ഒന്നും ലൈറ്റ് അടക്കം പോണ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പുറത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിത് മതിലിൻ്റെ ടോപ്പിൽ ഒരു ചെറിയൊരു സ്റ്റേ വെച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് കട്ടർ കൊണ്ട് ചെറിയ ഗ്രാനൈറ്റ് തുളയ്ക്കണ മെഷീൻ കട്ടർ കൊടുത്തിട്ട് നമ്മൾ തുളയ്ക്കണത്. നമ്മുടെ കട്ടിങ് മെഷീൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ ഗ്രാനൈറ്റ് ഹോളാക്കണ ചെറിയൊരു കോർ കട്ടിങ് ചെയ്യണ പോലത്തെ വെച്ചിട്ടാണ് നമ്മളിത് ഹോളാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സ്റ്റേയുടെ മുകളിൽ വളരെ സിമ്പിളായിട്ട് തുളയും. അതുപോലെ അതിൽ 1 വാട്ട് LED ജംഗ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 വാട്ട് LED ഫിനിഷിങ്ങിൻ്റെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ നമ്മൾ പുറത്ത് ചെയ്യണ പൈപ്പുകളെല്ലാം നമ്മൾ പേസ്റ്റ് ഇട്ട് ഇതുപോലെ ഒട്ടിക്കണം. കാരണം മഴ കൊള്ളുമ്പോൾ എന്നാലും വെള്ളമാവില്ലെങ്കിലും ഇപ്പോൾ ഇതിന് മേലെ പെരിക്കലും കട്ടയ്ക്ക് വരെങ്കിലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സോൾവെൻ്റ് ഇട്ടിട്ട് ഒട്ടിച്ചിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ പരമാവധി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭാവിയിലുള്ള കുറേ കംപ്ലൈൻറ്റുകൾക്ക് ഒഴിവാക്കാൻ പറ്റും. വയർ കംപ്ലൈൻ്റ് ആവും കാര്യങ്ങളൊക്കെ. കാരണം ഇതിനുള്ളിൽ നമ്മൾ വയറാണ് വലിക്കുക. നമ്മൾ വീടുകളിലെ മതിലും ലൈറ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ കേബിൾ ഇടുന്നത് വയറൊക്കെ ഇടുന്നത് കുറേ ഇത് ലോങ്ങുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ആർമർ കേബിൾ യൂജി കേബിളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതല്ല, വയർ മാത്രം ഇടുന്ന സ്ഥലങ്ങളിൽ 2 കോർ വയർ 3 കോർ വയറൊക്കെ ഇടുമ്പോൾ അത് തിരിച്ച് വലിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ. എപ്പോഴും അത് ഫിക്സഡായിട്ട് ഇടരുത്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാരണത്തിൽ വരെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് ഊരെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ വേണം നമ്മൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് മണ്ണിറങ്ങാണ്ടും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ പൈപ്പ് അടിക്കാനും അതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യാനൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലോ വയർ പൊട്ട് പൈപ്പ് പൊട്ട് എന്തെങ്കിലും ചെയ്താലൊക്കെ നമുക്ക് വലിച്ചെടുത്ത് മാറ്റിയിട്ട് പുതിയ വയറിട്ട് ചെയ്യാൻ പറ്റും. പുറത്തെ കാര്യങ്ങളാണ് ഇത് പറയണത്. അപ്പോൾ ഇങ്ങനെ മതിൽ പണി ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കാലകാലം അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും.